ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് യാതൊരു ശമനവുമില്ലാതെ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇസ്രായേലും ഇറാനും പറഞ്ഞ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം അയൺ ഡോമുകളെയൊക്കെ തകർത്തുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് പതിച്ചതിനെ കുറിച്ചാണ്. അത് ക്ലസ്റ്റർ ബോംബുകളാണെന്ന് ഉള്ള വെളിപ്പെടുത്തൽ വരുന്നു. ക്ലസ്റ്റർ ബോംബുകൾ സാധാരണ ജനവാസ മേഖലയിൽ പ്രയോഗിക്കാൻ പാടില്ലെന്നാണ് വെപ്പ്. പക്ഷെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും റഷ്യ അത് പ്രയോഗിച്ചിരുന്നു. ഇസ്രായേലിനെ കുറിച്ച് അങ്ങനെ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിരിക്കുന്നു ഇറാൻ എന്നുള്ള വാർത്തകൾ അതിശക്തമായിട്ട് വരികയും ഇസ്രായേൽ അത് ആരോപണം ഉന്നയിക്കുകയും ഇറാൻ അക്കാര്യത്തിൽ മൗനം പാലിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ക്ലസ്റ്റർ ബോംബുകളുടെ പ്രത്യേകത, ഒരു ബോംബറിൽ നിന്ന് 20-30 ശകലങ്ങളായിട്ട് ഇത് ചിതറിത്തെറിച്ച് പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് വന്ന് വീഴുന്നു. ഇത് ഒരുപക്ഷെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഈ മഹാഭാരതത്തിലെ ഗാന്ധീവത്തെ കുറിച്ച്. അർജുനൻ പ്രയോഗിക്കുന്ന ഗാന്ധീവം എടുക്കുമ്പോൾ 10, തൊടുക്കുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000 എന്ന് പറയുന്ന പോലെ അത് തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും പിന്നീട് 10, 20, 30 ആയിട്ട് അത് പടർന്ന് പല മേഖലകളിൽ. ഇപ്പോൾ ആദ്യം പ്രയോഗിച്ച ഇറാന്റെ ഈ ക്ലസ്റ്റർ ബോംബുകൾ 7 കിലോമീറ്റർ ചുറ്റളവിലാണ് പ്രയോഗിച്ചത്. അത് 8 കിലോമീറ്ററിനുള്ളിൽ ഏതാണ്ട് 20-30 ഇടയ്ക്ക് ഉള്ള പല ഭാഗങ്ങളിലായിട്ട് വന്ന് വീണു എന്നുള്ളതാണ്. കാരണം അതിനെ തടുക്കാൻ അയൺ ഡോമിന് കഴിയില്ല. അയൺ ഡോം ഒരു ഡെസ്റ്റിനേഷനെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് പല തരത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് പോർമുനകൾ, നമ്മൾ പോർമുനകൾ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, പലതരത്തിൽ പലയിടത്തായിട്ട് വന്ന് വീഴുന്നു. സ്ട്രാറ്റജി മാറ്റിയിരിക്കുന്നു ഇറാൻ എന്ന് പറയുന്നു. എന്തായാലും ഈ മിസൈലുകൾ തൊടുക്കുന്ന താവളങ്ങളും അതുപോലെ തന്നെ അതിന്റെ ലോഞ്ചറുകളും ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ഈ ദിവസങ്ങളിൽ ആക്രമണം നടത്തിയത്. ആക്രമണം കുറുക്കി കൊള്ളുന്നുണ്ട്. ഒരുപാട് മിസൈൽ യൂണിറ്റുകൾ തകർക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു പറഞ്ഞ പോലെ തന്നെ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള സെൻട്രിഫ്യൂഗും ഒക്കെ ചെയ്യുന്ന യൂണിറ്റുകളും ഇസ്രായേൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് 400-ലേറെ പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നത് ഇപ്പോൾ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 650ഓളം ഇറാനികൾ കൊല്ലപ്പെട്ടു എന്നാണ്. ഇവിടെ 25 പേർ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്ന് ഇസ്രായേൽ പറയുന്നു. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ മരണസംഖ്യ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.